നമസ്കാരം, ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ധർണ സംഘടിപ്പിക്കുന്ന ഒരു അവസരമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ബാനറിൽ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരം സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിന് പ്രധാനമായും നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടനം ഉടൻ തന്നെ എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ ടി.പി. രാമകൃഷ്ണൻ സഖാവാണ്. കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി നിയമസഭാ സാമാജികനായി നമ്മളോടൊപ്പമുള്ള മികച്ച സംഘാടകനും CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ടി.പി. രാമകൃഷ്ണൻ സാർ ഉടനെ എത്തിച്ചേരും. നമ്മുടെ ഉദ്ഘാടനം സാർ വന്നതിന് ശേഷം നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വേദിയിലുള്ള ശ്രീ കുട്ടിച്ചൽ സുരേന്ദ്രൻ AITUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതുപോലെ AITUCയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ അരവിന്ദാസൻ, സക്കീർ ഹുസൈൻ, ചൂടഗോപൻ, KC കൃഷ്ണൻകുട്ടി, മല്ലിക, C അംബിക, നമ്മുടെ പ്രിയങ്കരനായ CITUവിന്റെ നേതാവ് മണ്ണാർ രാമേന്ദ്രൻ, അദ്ദേഹം ക്ഷേമനിധി ബോർഡിന്റെ മെമ്പർ കൂടെയാണ്. അതുപോലെ അഡ്വക്കേറ്റ് S.A. സുന്ദർ CITUവിന്റെ നേതാവാണ്. കോടിയൂർ വിജയൻ SUവിന്റെ നേതാവാണ്. ആറ്റൂർ സാമൻ നമ്മുടെ KKLUCയുടെ ജില്ലാ പ്രസിഡന്റാണ്. അതുപോലെ ആൽസൈൻ സനൽ തുടങ്ങി ഇവിടെ ടി.പി. രാമകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഔപചാരികമായി പരിപാടികൾ ആരംഭിക്കാം. ഈ പരിപാടിയിലെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഔപചാരികമായ ചടങ്ങുകളിലേക്ക് കിടക്കാം. ഏകദേശം 2003 മുതൽ നമ്മൾ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ഇവിടെ ഒത്തൊരുമിച്ച് നമ്മൾ പല കാര്യങ്ങളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാറുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയന്റെ കൊടിയുടെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ നിറങ്ങളും അതിന്റെ കൂടെ ഉണ്ടാകും. ഇവിടെ പ്രധാനമായും തൊഴിലാളികൾ മാത്രമാണ് നമുക്ക് മുഖ്യമായി നമ്മൾ എടുക്കുന്നത്. കൊടിയുടെ നിറം രണ്ടാമത് മാത്രം. തൊഴിലാളികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലെയും നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് CITUവും INTUCയും AITUCയും എല്ലാം സംയുക്തമായി പല ഘട്ടങ്ങളിലും ഇവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പ്രധാനമായും ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചതിന്റെ കാരണം നിർമ്മാണ മേഖലയിലെ നിർമ്മാണ സാധനങ്ങളുടെ ദൗർലഭ്യം, ആ ദൗർലഭ്യം മുതലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നു. മണൽ വാരൽ വ്യവസായം ഇല്ല എന്ന് തന്നെ പറയാം. മണൽ വാരൽ, നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നുമെല്ലാം മണൽ വാരുന്ന ഒരു പ്രക്രിയ പണ്ട് ഇവിടെ നടന്നിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൽ നിന്ന് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും മണൽ വാരുന്നവരല്ല. പക്ഷേ മണലുമായി ബന്ധപ്പെട്ട് ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട്. നിർമ്മാണ മേഖലയിൽ മണൽ ഒരു ആവശ്യ വസ്തുവായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മണൽ പൂർണ്ണമായി നിന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, സാധാരണഗതിയിൽ സംഭവിച്ചത് കുറെ കോറി മാഫിയ തലയുയർത്തുകയാണ് ചെയ്തത്. അവർ ഒരു മഴ പെയ്ത് 5 ദിവസം കോറി അടച്ചിട്ടാൽ 6 കോറി തുറക്കുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ നിർമ്മാണ സാധനങ്ങൾക്കും അവർ സ്വന്തമായി വില കയറ്റി. അതിന് പ്രത്യേകിച്ച് ഒരു കീഴ്വഴക്കവും നമുക്കിവിടെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോറി അനധികൃതമായും അധികൃതമായും പ്രവർത്തിച്ചിരുന്ന ഒരു കോറികളും കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അടഞ്ഞു കിടക്കുകയാണ്. ഈ കോറി അടഞ്ഞു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് കോറിയുടെ മുതലാളിമാർക്ക് മാത്രമല്ലേ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് ചിന്തിക്കാൻ പാടില്ല. കാര്യം ഇന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്യുന്നത് നിർമ്മാണ മേഖലയിലാണ്. നിർമ്മാണ മേഖല സ്തംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ പട്ടിണിയിലാകും. അവർ പട്ടിണിയിലാകാതിരിക്കണമെങ്കിൽ കോറി
തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് സുലഭമായി കിട്ടണമെന്ന് പറയില്ല, എന്നാലും അത്യാവശ്യത്തിന് നമുക്കതിവിടെ കിട്ടിയാലേ മതിയാവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കോറി, ചെങ്കൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് 14 മാസത്തോളമായി നമ്മുടെ പെൻഷനെല്ലാം കുറഞ്ഞു നിൽക്കുകയാണ്. അതും നമ്മളിവിടെ വളരെ ഗുരുതരമായ ഒരു അജണ്ടയായി തന്നെ നമ്മൾ ഈ സമരത്തിൽ വെച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ക്ഷേമനിധിയിൽ വരുന്ന പൈസകൾ, ക്ഷേമനിധി പെൻഷൻ ഇവയൊന്നും ഒരു മൗലിക അവകാശം പോലെ ഓരോ തൊഴിലാളിക്കും ലഭ്യമാകേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ്. അത് സ്വാഭാവികമായി തടസ്സപ്പെടുത്താനോ പാടുള്ളതാണ്. ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അതുപോലെ ഒരു കോറി പ്രവർത്തിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ചിന്തിക്കുക. കോറിയിൽ പാറ പൊട്ടിക്കാൻ വരുന്ന ആൾക്കാർ, കോറിക്കകത്തോടുന്ന ലോറികൾ, കോറി പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റർമാർ, ഈ സാധന സാമഗ്രികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നു. ഇവരുടെ എല്ലാം അന്നത്തിൽ മണ്ണ് വാരിയിടുന്ന ഒരു സമീപനമായി പോയി മൊത്തത്തിലുള്ള കോറികളെല്ലാം കൂട്ടേണ്ടി വന്നത്. ഇതിൽ ഉദ്യോഗസ്ഥ വൃന്ദം വളരെ ഗുരുതരമായ ഒരു റോൾ വഹിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാലും അത് സാധാരണ ജനങ്ങളിലേക്ക്, തൊഴിലാളികളിലേക്ക് എത്തുന്നത് വളരെ വിരളമായിട്ടുണ്ട്. ഇതിനൊരു മാറ്റം വരണം. ഇതിനൊരു മാറ്റം വന്നേ മതിയാവും. ഇക്കാര്യങ്ങൾ നമ്മൾ ശക്തമായി ആവശ്യത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഈ സമര പരിപാടി തുടരുകയാണ്. ഈ സമര പരിപാടിയിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ കുട്ടിച്ചൽ സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമരത്തിന്റെ അധ്യക്ഷൻ INTUCയുടെ നേതാവ് കൂടിയായ സഖാവ് അഡ്വക്കേറ്റ് എല്ലിൽ ജയരാജ് ഇവിടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ മുൻ മന്ത്രി കൂടിയായ CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TP രാമകൃഷ്ണൻ അവർ, AITUCയുടെ നിർമ്മാണ ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് അരവിന്ദാക്ഷൻ, CITUവിന്റെ നേതാവും ക്ഷേമനിധി ബോർഡ് മെമ്പറുമായ സഖാവ് മണ്ണാറൻ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് SCA സുന്ദർ, CITU, INTUCയുടെ നേതാവ് സഖാവ് സോമൻ, STUവിന്റെ നേതാവ് A സക്കീർ ഹുസൈൻ, STUവിന്റെ നേതാവ് സഖാവ് ഓളിയൂർ വിജയൻ, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് C അംബിക, സഖാവ് മല്ലിക, KC കൃഷ്ണൻകുട്ടി, ചൂഴ ഗോപൻ, AITUCയുടെ നേതാവ് ചൂഴ ഗോപൻ, AITUCയുടെ നേതാക്കളായ ആൾസൈൻ സനിൽ, ചെല്ലപ്പൻ, രാജശ്രീ, ധന്യ, മറ്റ് യൂണിയന്റെ നേതാക്കളെ, സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകനോട് എത്തിയിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കും. നമ്മളിവിടെ 6 ആവശ്യങ്ങളാണ് പ്രധാനമായും നമ്മളിവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് കെട്ടിട നിർമ്മാണ മേഖല വളരെ സമരത്തിലാണ്. എല്ലാവർക്കും അറിയാം, സാധാരണപ്പെട്ടവരാണ് ഒരു ലോൺ എടുത്ത് ഒരു വീട് വയ്ക്കേണ്ട സാഹചര്യം വന്നാൽ അവന്റെ ലോണിന്റെ പൈസ തീരുമ്പോൾ കെട്ടിടം വാർക്കാൻ കഴിയില്ല. അവസാനം കെട്ടിടത്തിന്റെ മേളിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കെട്ടിടത്തിന്റെ മേളിൽ ഒരു ഷീറ്റ് കെട്ടി അതിൽ താമസിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളപ്പൊക്കമാണ്. ഇപ്പൊ ശാസ്ത്രീയമായ രീതിയിൽ മണൽ സംഭരിച്ച്, നദികളിലുള്ള മണലും മറ്റുള്ളതും സംഭരിച്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ അത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ ഈ തൊഴിൽ മേഖല വളരെ
നിർമ്മാണ മേഖലയിൽ പാവപ്പെട്ടവർക്കൊരു സഹായമാകും. കൂടാതെ സർക്കാരിന് കോടികളുടെ ഫണ്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിങ്കല്ലിന്റെ വിഷയം. കരിങ്കല്ലിന് വളരെ തുച്ഛമായ ചില കുത്തക മുതലാളിമാരുടെ കൈകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇതിനൊരു മാറ്റം വരണം. ചെറിയ ചെറിയ പാറക്കോറികളുണ്ട്. ഇപ്പം വില നിശ്ചയിക്കുന്നത് ഈ മുതലാളിമാരാണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പാറയുടെ വില നിശ്ചയിക്കണം. ആ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകണം. ഇതാണ് ഞങ്ങളുടെ വേറൊരു ആവശ്യം. പിന്നെ പകലന്തിയോളം പണിയെടുത്ത് അവസാന നിമിഷം അവരുടെ ഏകദേശം അസുഖങ്ങളും പിടിപെട്ട് 60 വയസ്സായി ഒരു പെൻഷന് വേണ്ടി പോകുമ്പോൾ പെൻഷൻ കൃത്യമായി ലഭിക്കണം. ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ധാരാളം തൊഴിലാളികൾ നമ്മുടെ കൂടെയുണ്ട്. അതിനെ അവർക്ക് കൃത്യമായി പെൻഷൻ ലഭ്യമാക്കണം. മറ്റ് ആനുകൂല്യങ്ങളെന്ന് പറയുമ്പോൾ മരണാനന്തര ആനുകൂല്യം ഉൾപ്പെടെ പല ആനുകൂല്യങ്ങളും മുടക്കത്തിലാണ്. ഇത് ഒരു ചികിത്സയ്ക്ക് നമ്മൾ ഒരു ക്യാൻസർ രോഗിക്ക് അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ അവർ മരണപ്പെട്ടാലും പൈസ കിട്ടാത്ത സാഹചര്യം നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനത്തെ മന്ത്രിയായിരിക്കുന്ന സമയത്തിന് ഇതുപോലെയല്ല, അടിയന്തരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു നടപടി ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ഞങ്ങൾ വളരെ ന്യായമായ തൊഴിലാളികളുടെ വേണ്ടി അവരുടെ പെൻഷൻ എത്രയെങ്കിലും 10, 18, 11 മാസം കുടിശ്ശികയുള്ള പെൻഷൻ കൊടുത്തു തീർത്ത് അവർക്ക് ലൈവായി അവരുടെ പെൻഷൻ നിലനിർത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ കാര്യങ്ങൾ വളരെ സംസാരിച്ചാൽ ധാരാളം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനമൊക്കെ എത്തിയിട്ട് ധാരാളം നേതാക്കളോട് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യമായി ഞാൻ അധ്യക്ഷനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം INTUC-യുടെ നേതാവാണ്, അഡ്വക്കേറ്റ് ജലീൽ ജയരാജ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനനായ മുൻ മന്ത്രി, CITU-വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇതിലുപരി അദ്ദേഹം ഒരു തൊഴിലാളിയെ പോലെയാണ്. തൊഴിലാളികളുടെ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം അവിടെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോകുന്നതാണല്ല. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തിന് പല ആവശ്യങ്ങളുമായി അവിടെ പോകുമ്പോൾ അദ്ദേഹം വളരെ ഗൗരവമായ വിഷയം എടുക്കുകയും തൊഴിലാളികളുടെ പ്രശ്നമാണ്, അവർക്ക് ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ തൊഴിലാളികളുടെ ഇടയിലേക്ക് താഴ്ന്നിറങ്ങി വരുന്ന ഒരാളാണ്. മന്ത്രിയായി അവിടെ മേളിൽ ആരോ പറയുന്ന പോലെ ആനപ്പുറത്തിരിക്കുന്ന ആളല്ല, വളരെ താഴെത്തട്ടിൽ വന്ന് തൊഴിലാളികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കൂടുതലായി ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ CITU-വിന്റെ നേതാവ് സഖാവ് മണ്ണാറൻ രാമചന്ദ്രൻ. ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്. ഇത്രയെങ്കിലും വർഷം കൊണ്ട് ഒരുമിച്ച് പല മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്നെങ്കിലും നമ്മൾ യോഗം നമ്മുടെ ഉദ്ദേശം പാർട്ടി രണ്ടാണെങ്കിലും ഉദ്ദേശം ഒന്നാണ്. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ്. ഈ ക്ഷേമനിധി ബോർഡിന്റെ ബോർഡ് അംഗം കൂടെയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്ത ഞങ്ങളുടെ AITC-യുടെ നേതാവ് സഖാവ് അരവിന്ദനാണ്. അദ്ദേഹം നിർമ്മാണ തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത STU-യുടെ നേതാവ് സഖാവ് സക്കീർ ഹുസൈനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് CITU-വിന്റെ നേതാവ് അഡ്വക്കേറ്റ് SA സുന്ദറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. INTC-യുടെ നേതാവ് സഖാവ് സോമനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CITU-വിന്റെ നേതാക്കളായ സഖാവ് അംബിക, സഖാവ് മല്ലിക, സഖാവ് KSC കൃഷ്ണൻകുട്ടി എന്നിവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AITC-യുടെ നേതാക്കളായ സഖാവ് ചൂഴ ഗോപൻ, ആർട്സ് സയൻസ് അനിൽ, ചെല്ലപ്പൻ, രാജശ്രീ, ധന്യ, ശ്യാമള തുടങ്ങിയ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ തൊഴിലാളി നേതാക്കളെയും പ്രവർത്തകരെയും ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് പലതരത്തിലുള്ള കേന്ദ്ര നിയമങ്ങൾ സംസ്ഥാനം പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മൂഢതയുമാണ് എന്ന് വ്യക്തമായി ഇപ്പോൾ മണൽ മേഖലയിലെ പ്രശ്നം എടുത്താൽ ഡാമുകളിലെല്ലാം തന്നെ വൻതോതിലുള്ള മണൽ കുമിഞ്ഞുകൂടി.
പക്ഷേ ഡാമുകളിൽ നിന്ന് മണലെടുക്കാൻ കേന്ദ്ര വന നിയമം ഒട്ടനവധി കുരുക്കുകളും നിയമപരമായിട്ടുള്ള അസാധ്യമായ ഒരു വിഷയത്തിലേക്ക് കഴിഞ്ഞകാല ഗവൺമെന്റിന്റെ കാലത്ത് 1-2 മലമ്പുഴ ഉൾപ്പെടെയുള്ള 1-2 ഡാമുകളിൽ നിന്ന് മണൽ വാരുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതൊരു തുടർ നടപടി പോലെ നമുക്ക് കൊണ്ടുപോകാൻ ഇന്ന് മണലിന്റെ വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം നിർമ്മാണ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതായിരുന്നു. അതുപോലെ തന്നെയാണ് ക്വാറിയുടെ പ്രശ്നം. ക്വാറിയുടെ യഥാർത്ഥത്തിൽ ചെറുകിട ക്വാറികളാകെ തന്നെ ഇന്ന് പൂർണ്ണമായി അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. വൻകിട ക്വാറികൾ ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ. വൻകിട ക്വാറികൾക്ക് അനുകൂലമായ രൂപത്തിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഈ വൻകിട ക്വാറികളെ സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ വൻകിട ക്വാറികളെ സഹായിക്കുന്നതിന്റെ ഫലമായി ഈ ക്വാറിയിൽ നിന്ന് ലഭിക്കുന്ന കരിങ്കല്ലുകൾ വലിയ വില കൊടുത്ത് അവർ നിശ്ചയിക്കുന്ന വില കൊടുത്ത് നിർമ്മാണ സാമഗ്രി അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലേക്ക് എത്തിക്കേണ്ട ഒരു അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക്. അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖല കരിങ്കല്ലില്ലാതെ നിർമ്മാണ മേഖല മറ്റൊരു ഇത് തന്നെയാണ് ചെങ്കൽ മേഖലയിലെ അവസ്ഥ. ചെങ്കൽ യഥാർത്ഥത്തിൽ ആ മണ്ണെടുത്ത് നമുക്ക് ചെങ്കൽ നിർമ്മിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളുടെ പല നിയന്ത്രണങ്ങൾ അത്തരത്തിൽ കാരണമായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗം നമ്മൾ പരിശോധിച്ചാൽ നിർമ്മാണ മേഖലയിലെ മറ്റു കമ്പിയായാലും ശരി സിമന്റ് ആയാലും ശരി മറ്റു ഉൽപ്പന്നങ്ങളായാലും വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം നമ്മുടെ രാജ്യത്ത് ആകമാനം ഉണ്ടായിട്ടുണ്ട്. ഈ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാധിതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു വിധമായ നടപടിയും സ്വീകരിക്കുന്നില്ല. വൻകിട കമ്പനികൾക്ക് ഉള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ ഫലമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിർമ്മാണ മേഖലയിലെ എല്ലാ സാമഗ്രികളുടെയും വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം ഇന്ന് ചെറിയ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് എന്തിന് സർക്കാർ സഹായത്തോടുകൂടി വീട് നിർമ്മിക്കുന്ന ആളുകൾക്ക് പോലും ഈ രൂക്ഷമായ വിലക്കയറ്റത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നു. കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ വികസന പ്രക്രിയയുടെ ഭാഗമായി നിർമ്മാണ മേഖലയിലെ പണിയെടുക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അത് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും ഒരു പരിശോധനയും ഇടപെടലും ആവശ്യമാണ്. ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് മതിയായ രൂപത്തിൽ ജോലി ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം വൻകിട നിർമ്മാണ മേഖലകളിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മറ്റൊന്ന് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷനെ സംബന്ധിച്ച് മൂന്നാഴ്ചയോളമായി സമരത്തിലാണ്. അത് അവരുടെ ആവശ്യം അംഗീകരിച്ച് അതൊന്ന് പരിഹരിക്കാൻ ഇന്ന് സെസ് കളക്ഷൻ സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഫലമായി കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അത് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ഏൽപ്പിക്കാൻ വേണ്ടി സർക്കാർ നയപരമായി തീരുമാനമെടുക്കും. പക്ഷെ അത് നടപ്പിലാക്കാൻ ഇപ്പോഴും ചില പഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റികളും ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തിരിച്ചറിയേണ്ടതായി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ഏകദേശം 16ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ഈ സെസ് കളക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരു വിധമായ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ഈ വിഷയത്തിൽ ഇടപെടാൻ സംയുക്ത ട്രേഡ് യൂണിയൻ ആവണം, സർക്കാരിന്റെ തൊഴിൽ വകുപ്പിനാവണം, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡടക്കം മുൻകൈയെടുത്തുകൊണ്ട് ഈ സെസ് പിരിക്കാത്ത പഞ്ചായത്തുകൾക്കെതിരായി നടപടി സ്വീകരിക്കാൻ അതിൽ ബന്ധപ്പെട്ട സെക്രട്ടറിമാർക്കെതിരായി നടപടികളിലേക്ക് കൂടിക്കൊണ്ട് അവരിൽ നിന്ന് ഈ തുക പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ നിയമപരമായി നമുക്ക് അവകാശമുണ്ട്. അതിനാവശ്യമായ നടപടികളിലേക്ക് നാം നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ CIU ഇപ്പൊ 2024 മാർച്ച് മാസം വരെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ക്ഷേമനിധി ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, സ്വാഗതാർഹമാണ്. എന്നാൽ ഇനിയും നിരവധിയായിട്ടുള്ള അപേക്ഷകൾ 2024 മാർച്ചിന് ശേഷം നിരവധിയായിട്ടുള്ള അപേക്ഷകൾ ക്ഷേമനിധി ബോർഡ് അത് പരിഹരിക്കണമെങ്കിൽ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ഭദ്രമാവേണ്ടതുണ്ട്. നേരത്തെ പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യ കുടിശ്ശികയും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ
ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഓട്ടോ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വെറും 150 കോടി രൂപ, ഏകദേശം 280 കോടി രൂപ കടം വാങ്ങിയാണ് വിതരണം ചെയ്യാൻ വേണ്ടി ക്ഷേമനിധി ബോർഡ് ആ പരിശ്രമം നടത്തിയത് എന്ന് ഓർക്കാതെ പറയുന്ന വിഷയമല്ല. പക്ഷേ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഈ സെസ് കളക്ഷൻ പിരിക്കുന്ന കാര്യത്തിൽ തടസ്സം നിൽക്കുന്ന പഞ്ചായത്തുകളിലായി ശക്തമായ നിലപാട് സ്വീകരിച്ച് സർക്കാരിനെ കൊണ്ട് ആവശ്യമായ തീരുമാനമെടുപ്പിച്ച് നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിലെ നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും പെൻഷനും വളരെ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവും. ക്ഷേമനിധി അംഗത്വം പുതുക്കാൻ നമ്മുടെ തൊഴിലാളികൾ തയ്യാറാവുന്നില്ല. അവർ പറയുന്നത് ക്ഷേമനിധി പെൻഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വഴി അത് കൃത്യമായി ഇപ്പോൾ ഞങ്ങളുടെ വീടുകളിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.